പ്രഗ്നന്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കോണ്ടം ഉപയോഗിക്കുന്നവരുണ്ട്, ഗർഭനിരോധന ഗുളിക കഴിക്കുന്നവരുണ്ട്, IUCD ഉപയോഗിക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്. എന്നാൽ ഈ കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു മെത്തേഡാണ് സേഫ് പീരീഡ് മെത്തേഡ് അല്ലെങ്കിൽ റിതം മെത്തേഡ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഒരു സ്ത്രീയുടെ മാസമുറയിലെ ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങൾ വളരെ സുരക്ഷിതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ആ സമയത്ത് ഗർഭധാരണ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ സേഫാണ്. എന്നാൽ കൂടി ഈ മെൻസ്ട്രൽ ഫ്ലോ ഉള്ള ആ ഒരു ദിവസങ്ങളിൽ നമ്മൾ ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നത് തന്നെയാണ് മെച്ചം. ഇനി വരുന്ന 8 മുതൽ 19 വരെയുള്ള ദിവസങ്ങളുണ്ട്. ആ സമയം വളരെ ക്രൂഷ്യലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണ സാധ്യത വളരെ കൂടുതലുള്ള ദിവസങ്ങളാണ് 8 മുതൽ 19 വരെയുള്ള. ആ ദിവസങ്ങളിൽ നിങ്ങൾ ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവേണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുക. 20 ദിവസവും അതിനു മേലെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ തെറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ സുരക്ഷിതമായിട്ടുള്ള സമയമാണ്. അവിടെ ഗർഭധാരണത്തിനുള്ള സാധ്യത വളരെ കുറവുമാണ്. അപ്പം ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പിന്തുടരണം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ മാസമുറ ഏകദേശം 26 മുതൽ 32 ദിവസം വരെയുള്ള ആ ഒരു റേഞ്ചിലുള്ളവരായിരിക്കണം. 28 ദിവസമാണ് ഒരു സ്ത്രീയുടെ മാസമുറയായിട്ട് നമ്മൾ കണക്കാക്കപ്പെടുന്നത് എങ്കിൽ പോലും കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയല്ലോ. അപ്പോൾ അതായത് 26 മുതൽ 32 ദിവസം വരെയുള്ള മാസമുറയുണ്ട്, ആ ഡേയ്സിൽ മാസമുറ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതി പിന്തുടരാവുന്നതാണ്. ഈ രീതി കൃത്യമായിട്ട് പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 85 മുതൽ 90% വരെ റിസൾട്ട് ലഭിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും ഈ ഒരു 85 മുതൽ 90% വരെ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ബാക്കി ശതമാനം പ്രഗ്നന്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് കോണ്ടമോ അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികയോ വേണമെങ്കിൽ ഒരു ഡബിൾ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരാന്ന് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ നേരെ ഉൾട്ടയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സൈക്കിൾ പ്രകാരം 8 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ കുട്ടികൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ ഗർഭധാരണ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ്. അപ്പോൾ 8 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ കൂടുതലായിട്ട് ഏർപ്പെടാം. ഇപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് 2 തവണയൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. കുട്ടികൾ ഉണ്ടാവാൻ വളരെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ 2 തവണ എങ്കിലും ആ ദിവസങ്ങളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഡെയിലി. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. മാസമുറയിലെ ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഗർഭനിരോധനം വേണോ അല്ലെങ്കിൽ ഗർഭധാരണം വേണോ എന്നുള്ളതിൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക. ഓക്കെ, അപ്പോൾ ഹാപ്പി സെക്സ്, ഹാപ്പി പ്രൊട്ടക്ഷൻ.